എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഗുരുജി. നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് ട്രേഡിംഗ് ഇമോഷൻ ചാനലിൻ്റെ മൈ ഇൻട്രാഡേ ട്രേഡ് സെറ്റപ്പ്. ഇതിനകത്ത് നമ്മൾ ആസ് പെർ പ്രോസസ്സ് എല്ലാം നോക്കിക്കഴിഞ്ഞു. അതനുസരിച്ച് നോക്കുമ്പോൾ നമുക്ക് എവിടെയാണ് മാർക്കറ്റ് എങ്ങനെയാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു അനാലിസിസ് വിലയിരുത്താം. ഇതിനകത്ത് നിങ്ങൾക്ക് വളരെ ക്ലിയറായിട്ട് മനസ്സിലാകും. ഇന്നലെ തന്നെ ആ ഡിസ്കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി താഴോട്ടും നിഫ്റ്റി മുകളിലോട്ടും പോകുന്നത് നിങ്ങൾ കാണുന്നുണ്ടായിരുന്നു അല്ലേ? അതുകൊണ്ട് തന്നെ ആ ഡിസ്കോഡ് പരിഹരിക്കണമെങ്കിൽ ഒരു ദിവസം രണ്ടുപേരും കൂടെ ഇരുന്ന് സംസാരിച്ച് ഒത്തുതീർപ്പിലാക്കണം. അത് ഇന്നാകാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനകത്ത് ഹയർ ഓഡ്സ് ആർ ദെയർ. ഓക്കെ, ഹയർ ഓഡ്സ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി, ഹയർ ഓഡ്സ് ആർ ദെയർ. ഇന്ന് അതിന് ചാൻസ് ഉണ്ടോ നമുക്ക് നോക്കണം. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഫസ്റ്റ് ഹാഫാണോ രണ്ടുപേരും ബാലൻസ് ചെയ്തിട്ട് ഒരു ഓക്കെ നമുക്ക് മുകളിലോട്ട് പോകാം അല്ലെങ്കിൽ നമുക്ക് താഴോട്ട് പോകാമെന്ന് ഡിസൈഡ് ചെയ്യുന്നത്? അതല്ല, രാവിലെ തന്നെ ഒരു വോളറ്റാലിറ്റി തന്നതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം രണ്ടുപേരും സമാധാനമായിട്ട് ഇരുന്ന് ഒരു വർത്തമാനങ്ങൾ സംസാരിച്ച് നാളെ എവിടെ എക്സ്പയറി ആകണം എന്നവർ തീരുമാനിക്കുകയാണോ എന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ വാല്യൂ ഏരിയയ്ക്ക് അകത്താണ് മാർക്കറ്റ് ഓപ്പൺ ആകുന്നത്. വാല്യൂ ഏരിയയ്ക്ക് അകത്താണ് മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം മാർക്കറ്റ് ഒരു സ്ലോ മൊമെൻ്റമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ ഹാഫ് നമ്മൾ തീരുമാനിക്കുകയാണ് ഓക്കെ ഇവർ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിന് നിറച്ച കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് നോക്കുമ്പോൾ മാർക്കറ്റ് പ്രൊഫൈൽ നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യത്തോട്ട് വരാം. ഇത് എന്താണ് എന്നുള്ളത് ഈ മാർക്കറ്റ് പ്രൊഫൈൽ പഠിച്ച സ്റ്റുഡൻസിന് അറിയാം അല്ലേ? ഈ ഏരിയ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻറ്റ് ബേസ് ചെയ്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, പോയി കാണുക. അതിനകത്ത് ക്ലിയർ ആയിട്ട് ഇട്ടിട്ടുണ്ട്. വേറൊന്നുമല്ല സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ്, റെസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ സപ്ലൈ. അതായത് സപ്ലൈ എന്ന് പറഞ്ഞാൽ അവിടെ ആരെങ്കിലും സെല്ലറുണ്ട്, താഴോട്ടാകുമ്പോൾ ബയറുണ്ട്, അത്രയേ ഉള്ളൂ. മാർക്കറ്റ് വീണ്ടും പറയുകയാണ്, മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നത് ഒരു സെല്ലറിന് അന്വേഷിച്ചും താഴോട്ട് വരുന്നത് ഒരു ബയറിന് അന്വേഷിച്ചും. അപ്പോൾ താഴെ ഒരു ഡിമാൻഡ് സോൺ വരുമ്പോൾ അവിടെ ബയർ ഉണ്ടെന്നർത്ഥം, അവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സലാവും. ഇവിടെ ആകുമ്പോൾ ഒരു സെല്ലർ മുകളിൽ ഇരിപ്പുണ്ട്, അപ്പോൾ സെല്ലറിനെ കിട്ടി, സെല്ലായി മാർക്കറ്റ് താഴോട്ട് വന്നു. അപ്പോൾ ഇങ്ങനെയാണ് മാർക്കറ്റിൻ്റെ റിയാക്ഷൻ എപ്പോഴും നടക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്കിന്ന് നോക്കിക്കാണേണ്ടതായിട്ടുണ്ട് മാർക്കറ്റ് എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളത്. സോ ഫ്ലാറ്റ് മാർക്കറ്റ് ഓപ്പണിംഗ് ആയി. ഇവിടെ ഒരു ചെറിയൊരു സപ്ലൈ ഉണ്ട്. 19,530 അവിടെ ഒരു സപ്ലൈ സോൺ ഉണ്ട് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം. ഇത് നിഫ്റ്റി ഫ്യൂച്ചറാണ്. 30 മിനിറ്റ്സിൻ്റെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടാണ് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ലൈനൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രേഡിംഗ് വ്യൂവിൽ വരച്ചിടാം. നിങ്ങളുടെ ടൈം ഫ്രെയിം നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാവുന്നതാണ്. ഈ 530ക്ക് മുകളിലൊരു അക്സെപ്റ്റൻസ് കിട്ടിയാൽ ഷുവറായിട്ടും മാർക്കറ്റ് ഓൾ ടൈം ഹൈയും കഴിഞ്ഞ് മുകളിലോട്ട് ഒരു അപ്മൂവ് തരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇത് തിങ്കളാഴ്ചത്തെ ഹൈക്ക് മുകളിലാണ് മാർക്കറ്റ് ക്ലോസിംഗ് തന്നിരിക്കുന്നത്. നിഫ്റ്റി താഴോട്ട് വീഴണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിറയെ നേരം മാർക്കറ്റ് ഇവിടെ സ്പെൻഡ് ചെയ്യണം, എന്നിട്ട് മാർക്കറ്റ് താഴോട്ട് വരണം. താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു വോളിയം പ്രൊഫൈലുണ്ട്. ഈ വോളിയം പ്രൊഫൈലിൻ്റെ അവിടെ ഒരു സപ്പോർട്ടുണ്ട്. എത്രയാണ്? 19,430 എന്ന് വയ്ക്കാം. 19,430 ഒരു വോളിയം സോണാണ്, നല്ല സോണാണ്. അവിടെ ഒരു ഡിമാൻഡ് വരും. അതിന് താഴെ വന്നു കഴിഞ്ഞാൽ ഈ വാല്യൂ ഏരിയ ലോ ആണ്. ഒരു 390 400 അടുപ്പിച്ച് ഒരു ഡിമാൻഡ് സോണ് മാർക്കറ്റിൽ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് മുകളിലോട്ട് സപ്ലൈ എന്ന് പറഞ്ഞാൽ 130 മുകളിലാണെന്നുണ്ടെങ്കിൽ, 19,530 മുകളിലാണെന്നുണ്ടെങ്കിൽ, 530 570 കഴിഞ്ഞ് ഒരു നല്ലൊരു അപ്മൂവ് മാർക്കറ്റ് തരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഫ്ലാറ്റ് ഓപ്പൺ ആയാൽ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഇന്ന് ട്രേഡ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാര്യത്തിൽ ഫ്ലാറ്റ് ഓപ്പൺ ആയാൽ വാല്യൂ ഏരിയയ്ക്ക് അകത്താണ് മാർക്കറ്റ് ഓപ്പൺ ആകുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് കുറച്ച് റെസ്റ്റ് എടുക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സോ ഇതൊക്കെ മാർക്കറ്റ് പ്രൊഫൈലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷനാണ് ഷെയർ ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിയിലും നമ്മൾ പ്രീവിയസ് ഡേ ഇത് നോക്കുമ്പോൾ, അതായത് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം പ്രീവിയസ് ഡേ വാലിഡിറ്റി എക്സാക്ട്ലി ആൾ ടൈം ഹൈൻ്റെ അവിടെ ഈ ലെവലിൽ നിന്നാണ് മാർക്കറ്റ് സെൽ ഓഫ് വന്നേക്കുന്നത്. താഴോട്ട് പ്രീവിയസ് പ്രൊഫൈൽ ചെക്ക് ചെയ്യുമ്പോൾ ഈ സൈഡിലൊന്നും വലിയൊരു അനോമാലി ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഈ ടെറിട്ടറിയിലോട്ട് വരുന്നു എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മാർക്കറ്റ് തിങ്കളാഴ്ചത്തെ ലോവിനെ ബ്രേക്ക് ചെയ്തു, എന്നിട്ട് തിങ്കളാഴ്ച പ്രൊഫൈലിനകത്താണ് മാർക്കറ്റ് ക്ലോസ് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ
പ്രീവിയസ് ഇത് നോക്കുമ്പോൾ വീണ്ടും ഈ ടെറിട്ടറി മാർക്കറ്റ് ഇതേ ടെറിട്ടറി മാർക്കറ്റ് സപ്പോർട്ട് എടുക്കും. ദാറ്റ് മീൻസ് ഡിമാൻഡ് ഉണ്ട് ഇവിടെ. ഈ എൽ പീരീഡിൻ്റെ ലോവിൻ്റെ അവിടെ ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ 44,810 അല്ലെങ്കിൽ 800 വെച്ചോളൂ. 800 44,800 അല്ലെങ്കിൽ ഈ ലെവലിൽ വീണ്ടും മാർക്കറ്റിനൊരു ഡിമാൻഡ് സോൺ ആണ്. കാര്യത്തിൽ അതിൻ്റെ തൊട്ട് താഴെ വീണ്ടും ഒരു POCയും ഉണ്ട്. സോ POC എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം, പ്രോമിനൻറ്റ് പോയിൻ്റ് ഓഫ് കൺട്രോൾ. അതും അതിൻ്റെ താഴെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഡിമാൻഡ് താഴെ ഉണ്ട്. ശരി, അപ്പോൾ നമുക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ, അതായത് താഴോട്ട് വീഴണമെന്നുണ്ടെങ്കിൽ ഈ ഡിമാൻഡ് ബ്രേക്ക് ചെയ്യണം. എന്നിട്ട് വീണ്ടും ഇവിടെ ഒരു ഡിമാൻഡ് ഉണ്ട്, 44,655. ഈ ഓപ്പണിൻ്റെ അവിടെ ഡിമാൻഡുണ്ട്, ഇവിടെയൊക്കെ ഡിമാൻഡുണ്ട്. സോ ഈ ഡിമാൻഡൊക്കെ പൊട്ടിച്ച് മാർക്കറ്റ് താഴോട്ട് വീഴാനുള്ള സാധ്യതകളുണ്ടോ എന്നുള്ളത് വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഫ്ലാറ്റ് ഓപ്പൺ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് 45,080 അതായത് ആൾമോസ്റ്റ് ഇവിടെ ആയിട്ട് വരും 45,080 മുകളിലൊരു അക്സെപ്റ്റൻസ് കിട്ടിയാൽ ഷുവറായിട്ടും ഈ AB പൂവർ ഹൈ മാർക്കറ്റ് ക്ലിയർ ചെയ്യും. കാര്യത്തിൽ ഇവിടെ ഒരു പൂവർ ഹൈ ഉണ്ട്, വോളിയം താഴോട്ട് വന്നിട്ടില്ല, POC മൈഗ്രേറ്റ് ആയിട്ടില്ല താഴോട്ട്, ഇവിടെ ഒരു വോളിയം ഉണ്ട്. ഇതൊക്കെ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ടാർഗറ്റഡ് ഏരിയ ആയിട്ട് നമുക്ക് മുകളിലോട്ട് നോക്കാനായിട്ട്. സോ അതുകൊണ്ട് തന്നെ മുകളിലോട്ട് പോകാനാണ്, അതായത് ഇത് വാല്യൂ ഏരിയക്കകത്ത് തന്നെ ഫ്ലാറ്റ് ഓപ്പൺ ആയാൽ വീണ്ടും രാവിലെ നമ്മൾ നിർത്തേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ 45,080 അല്ലെങ്കിൽ 45,080 മുകളിലൊരു അക്സെപ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പൂവർ ഹൈ ബ്രേക്ക് ആവും, ഈ സോൺ മാർക്കറ്റ് വരും, ഈ ഹൈ ബ്രേക്ക് ആവും, മാർക്കറ്റ് ഈ സോണിലോട്ട് വരികയും ചെയ്യും. മുകളിലോട്ടാണ്. താഴോട്ടാണെങ്കിൽ ഡിമാൻഡ് ഇഷ്ടം പോലെ ഉണ്ട്. ഡിമാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ആയിട്ട് മാർക്കറ്റ് നിന്ന് വരാനുള്ള സാധ്യതകൾ ഉണ്ട്. ഇൻ കേസ് ഓപ്പണായി താഴോട്ട് വന്നു കഴിഞ്ഞാൽ വലിയ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഒന്നും നോക്കേണ്ടത് ആവശ്യമില്ല. കാര്യത്തിൽ ആദ്യത്തെ 15 മിനിറ്റ് വേണമെങ്കിൽ നല്ലൊരു റെഡ് ക്യാൻഡിൽ ഇങ്ങനെ വരാനുള്ള ചാൻസസ് ഉണ്ട്. ക്യാൻഡിൽ നോക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഒരു റെഡ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ അതൊരു ട്രാപ്പായിരിക്കും. നല്ല ബാങ്ക് നിഫ്റ്റി വീണോ, അപ്പോൾ ഇന്നൊരു 1000 പോയിൻ്റ് താഴോട്ട് വീഴുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കയറാനുള്ള സാധ്യതകൾ, ഇമോഷൻസ് ആയിട്ടുള്ള ഓപ്ഷൻ ബയർ കയറാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അങ്ങനെ ഒരു റെഡ് ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെയൊക്കെ ആസ് പെർ മാർക്കറ്റ് പ്രൊഫൈൽ ഡിമാൻഡ് സോൺ താഴോട്ട് ഉണ്ട്. ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് കൂടുതൽ പ്രോബബിലിറ്റി ഇൻ കേസ് മാർക്കറ്റ് ഓപ്പണായി മുകളിലോട്ട് പോയാൽ ഞാൻ മുകളിലോട്ട് തന്നെയാണ് നോക്കുന്നത്. അല്ലാതെ ഇത് മാർക്കറ്റ് ഇങ്ങനത്തെ ഒരു റെഡ് ക്യാൻഡിൽ തന്നതിന് ശേഷം എന്തെങ്കിലും റിവേഴ്സൽ ആക്ടിവിറ്റി തന്ന് മുകളിലോട്ട് പോകുമോ എന്നുള്ളത് ഞാൻ അത് നോക്കും. എൻ്റെ ഷോർട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഞാൻ PE വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഐ വിൽ വെയിറ്റ്. കറുത്തല് ഡിമാൻഡ് സോണ് താഴോട്ട് ഉള്ളത് കൊണ്ടും നിഫ്റ്റി മുകളിലോട്ട് നിൽക്കുന്നുണ്ടും ആ ഡിസ്കോഡും കൂടെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അതായത് നിഫ്റ്റി മൺഡേയുടെ ഹൈക്ക് മുകളിലാണ് നിഫ്റ്റി നിൽക്കുന്നത്. അപ്പോൾ ആരാണ് ഇതിൽ ബലവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റിയാണ് ഏറ്റവും കൂടുതൽ പവർഫുൾ, അല്ലേ? ബാങ്ക് നിഫ്റ്റിയേക്കാളും നിഫ്റ്റിയാണ് ഏറ്റവും കൂടുതൽ പവർഫുൾ. അപ്പോൾ എന്തോ ഒരു ഇതിൻ്റെ പുറത്ത്, ഇമോഷൻ്റെ പുറത്തുള്ള ഒരു സെല്ലിങ് ഇന്നലെ കണ്ടു എന്നുള്ളതല്ലാതെ വാല്യൂ ഏരിയ താഴോട്ട് മൈഗ്രേറ്റ് ആയിട്ടില്ല. കണ്ടോ, ഇങ്ങനത്തേക്ക് ഇൻഫർമേഷനാണ് മാർക്കറ്റ് പ്രൊഫൈൽ നമുക്ക് പറഞ്ഞു തരുന്നത്. വാല്യൂ ഏരിയ മുകളിലോട്ട് തന്നെയാണ് മൈഗ്രേറ്റ് ആയിരിക്കുന്നതും. താഴോട്ട് വന്നോ വീണ്ടും മുകളിലോട്ട് വാല്യൂ അക്സെപ്റ്റൻസ് തന്നിട്ടുണ്ട്. POC മൈഗ്രേറ്റ് ആയില്ല താഴോട്ട്, വോളിയം POC താഴോട്ട് മൈഗ്രേറ്റ് ആയില്ല. ഈ ഒരു റീസൺ, കുറച്ച് റീസണൊക്കെ ഉള്ളതുകൊണ്ടാണ് താഴോട്ട് വലുതായിട്ട് ഞാൻ പേഴ്സണലായിട്ട് നോക്കാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് പ്ലാൻ ചെയ്യാം. ഇത്രയും നേരം കണ്ടതിൽ നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.